ആശാന ഒരു മിനിറ്റ്. Role plays, thank you for the 449 bro. Thank you for the 449 super chat. Thank you for the 449 super chat. Thank you bro. ഇത്ര നാള് ഞാൻ വേറൊരു സിറ്റിയിലായിരുന്നു. അപ്പൊ ഞാൻ കോലിഡറിലോട്ട് അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചാർജ് എടുക്കുവാണല്ലേ. ആ ഒരു സ്നേഹം കൊണ്ട് എനിക്ക് അവനങ്ങ് കെട്ടിപ്പുണരാന്നൊക്കെ തോന്നണം. പുള്ളി അപ്പോഴും ഓർക്കല്ല, പുള്ളി ടിവിയുടെ ക്യാൻസലോട്ടിൽ ഇല്ല. Daddy's home. ചന്ദ്ര, നീ എല്ലായിടത്തും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം കേട്ടാ. വിത്ത് എക്സലന്റ് അഡ്മിൻ ഒന്ന് പ്ലീസ് അതൊന്ന് ആ എക്സ്പീരിയൻസ് നീ ഞങ്ങളുടെ ഷെയർ ചെയ്യണം. That was a great experience. അണ്ണനും കൂടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ, അഡ്മിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഉണ്ടായിരുന്നോണ്ട് കുറച്ചുകൂടി ബെറ്ററായി. നാണം ഉണ്ടോടാ, നാണം. സന്തോഷായില്ലേ അണ്ണു? ഇന്നിവിടെ ആഘോഷരാവ്. ഇതാര് ബാബു എന്നാ? ബാബു? ആ ഹെൽമെറ്റ് എടുത്ത് മാറ്റി. ഹെൽമെറ്റ് കണ്ട കറക്റ്റ് ബാബുവിന്റെ ഇതാണ്. ആ മീശ അല്ലെങ്കിൽ കറക്റ്റ്. ചന്ദ്ര ഹലോ, എന്നാലും എങ്ങനെയായിരുന്നടാ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടോ? ഒന്ന് പിടിച്ചു പുണ്ണേ, ഞാനൊരു കാര്യം പറഞ്ഞ സെറ്റ് ആയിപ്പോയി. എടാ ഞാനൊരു കാര്യം പറയാം നിന്റെ അടുത്ത്. നീ ഇവിടുന്ന് തെറിയും വിളിച്ചു പോയി, നീ അവനെ നന്നിട്ട് സംസാരിക്കത്ത് പോലും ഇല്ലാന്ന് പറഞ്ഞിട്ട് നീ ഈ പോയിട്ട് അവന്റെ കാലിൽ നക്കി കുനിഞ്ഞു നിന്ന് തിരിച്ചു കാണാൻ നമ്മളൊരു മാൻലി ടോക്കായിരുന്നു അവിടെ. അങ്ങനെ നമ്മുടെ ഒരു നീറ്റ് ടോക്കിംഗ്, ഒരു ടോക്കിംഗ് Anu, you look so handsome today. Yeah, I look so handsome. പിന്നെ മറ്റേ കുഞ്ഞിനെയും അമ്മയും കാണാറുണ്ടോ? അലീനെയും മറ്റേ എനിക്ക് എന്റെ ഗ്യാങ് ആണോ വരുന്നത്. മൈ ഗ്യാങ് ഇസ് മൈ പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി. ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കാറില്ല. പിന്നെ കല്യാണം അണ്ണു വേണ്ടെന്ന് പറഞ്ഞപ്പോ വേണ്ട, കല്യാണം വേണ്ട, കളവണോ വേണ്ട, ഇനി കല്യാണം വേണ്ട ശരിയാവത്തില്ല. ചന്ദ്ര പിന്നെ സന്തോഷമായിട്ടിരിക്കണം. ഇനി സത്യം പറഞ്ഞാൽ വല്ല വള്ളിയും പിടിക്കാൻ പോയാൽ ഞാൻ സത്യം പറഞ്ഞാൽ തോട്ടിക്കളയും കേട്ടോ. ഇല്ല, ഞാൻ നീറ്റ് ആൻഡ് കാം ആൻഡ് കമ്പോസ്റ്റ് പേഴ്സൺ. അനുഗ്രഹം വാങ്ങിച്ചു. ചോദിച്ചു മേടിക്കണം. എന്റെ പൊന്ന മോനെ, ഒന്നാമതെ മുടി കളർ വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ഓർത്തമാരുടെ പേര് വിളിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ ഇനി ദൈവത്തിനടുത്ത് വള്ളി ഒന്നും പിടിക്കാൻ പോകരുത്. മോൻ നന്നായിട്ടിരിക്കണം. ഗ്യാങ്ങിന് മോശപ്പേരൊന്നും കേൾപ്പിക്കരുത്. വില്ലുമോ വന്നല്ലോ. പീടിവണ്ടി പൊട്ടിക്കാൻ പോവാ. പീടിവണ്ടി എടുത്തിട്ട് വരാം. ഇല്ലടാ, ഇപ്പൊ സമയം വന്നതല്ലേ ഉള്ളൂ. അതിനുള്ളതിനൊക്കെ പറഞ്ഞുവിടാതെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മാറ്റിട്ടാക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അപ്പാപ്പന്റെ കല്യാണം നടത്താം. നല്ലൊരു ഓപ്ഷൻ. മൊരടി ചെങ്ങേരി അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എണ്ണിക്കാത്ത കുതിരയ്ക്ക് അത് കഴിവുള്ള കുതിര. ജോണി പാപ്പനൊക്കെ ഇപ്പൊ കണ്ടപ്പോ ചോദിച്ചേ ഉള്ളൂ. എന്റെ പൊന്ന് ജോക്കി, പ്രായമൊക്കെ ഇതിനൊരു പാപ്പ അന്ന് നിങ്ങള് വേണമായിരുന്നു, മനസ്സിലായോ? ജോക്കി എന്നെ വിളിച്ചില്ലല്ലോ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എടാ നീ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ ചന്ദ്ര? ഈ SRK എന്ന് പറയുന്നത് 24 മണിക്കൂറും ഫോണിലാണ്. 24 മണിക്കൂർ. നമ്മുടെ അണ്ടി ഓഫീസിലെ മാനേജർ ടെസ്റ്റിംഗ് അവരാണ്.
ഇവനാണ് ചന്ദ്ര, എല്ലാവരും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ കല്യാണം മുടങ്ങി. സീരിയസ്ലി ഇനി ഒരു ഈ പെണ്ണില്ല. ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് നടക്കരുത്. അറ്റ്ലീസ്റ്റ് ഇൻഫർമേഷൻ എങ്കിലും ഷെയർ ചെയ്യണം എന്റെ അടുത്ത്. ഉറപ്പായിട്ടുണ്ട് എല്ലാവരുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ SRK ട്രൈയിങ് ഹാർഡാണ്. മെസ്ബോയ് സിഗ്മയാണ്. സിഗ്മ പ്ലസ് ഗേ ആണ്. കാരണം പിന്നെ ഈ ഏബലിന് ഏതോ ഒരു ചെറിയ ലൈവ് ബ്ലാസ്റ്റർ അടിച്ച് ലൈവ് ബ്ലാസ്റ്റർ ആണ്. അപ്പാപ്പനാണ് റിയൽ സിഗ്മ. അപ്പാപ്പന് പുറത്തടിയിട്ടു എന്നുള്ളത് അകത്ത് നീറ്റ. മനസ്സിലായോ? ഒരു കോളൊക്കെ വരുന്നുണ്ട്. ആ ഇടക്കിടക്ക് ഓരോരോ കോളൊക്കെ വരുന്നുണ്ട്. ചെറിയ കോളൊക്കെ. അടിച്ചു പോയടെ അപ്പാപ്പൻ. ഹലോ ഇല്ല അപ്പാപ്പൻ ഞാൻ പറഞ്ഞു. അപ്പാപ്പൻ ചന്ദ്ര ബാക്കി ഒരാളെ ഇപ്പൊ ഉണ്ടോ? ഞാൻ ഉണ്ടല്ല കറവറ്റിയ കൈകളുമായാണ് ഇവിടെ എത്തിയത്. കറവറ്റിയ കൈകള് കൊന്ന് അഡ്മിന്റെ കുറെ കറ പറ്റിട്ടുണ്ടോന്ന് എനിക്ക് മനസ്സിലായി. മൊത്തത്തിലൊരു ക്ഷീണവും മൊത്തത്തിലൊരു ചുറ്റിക്കളി എല്ലാം ഉണ്ട്. അതല്ല ഞാൻ ഇത്ര നാള് ഞാൻ വേറൊരു സിറ്റിയിലായിരുന്നു. അവിടെ ഞാൻ കൊന്നും കൊടുത്തും വെട്ടിയും കൊന്നും. ഓ ഷെമീറേ, അയ്യോ ഞാൻ പരിപാടി ഇന്ന് നമുക്കിവിടെ ചെറിയൊരു ഗ്യാങ് പരിപാടി ഉണ്ട്. ആ ഗ്യാങ് പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടി പോവായിരുന്നു. വിളിക്കാം. എടാ ഈ ഷെമീറിന് എന്നോടൊരു ക്വസ്റ്റ്യൻ ഉണ്ടേ. ഷെമീർ എന്നെ വിളിച്ചിട്ട് ഇതും പറഞ്ഞു, നിന്നോടും പറയാൻ പറഞ്ഞു. ആ ഞാൻ എന്നെ വിളിച്ചായിരുന്നു. വന്നപ്പോ തന്നെ എന്നെ വിളിച്ചായിരുന്നു. സൂര്യയുടെ ഒരു കാര്യം പറയാം. അത് നമുക്ക് രണ്ടാമത്തെ കാര്യം. എന്റെ കൈകള് കണ്ടാ? നോക്കട്ടെ, കൈ ഉണ്ട്. ഞാനേ കൊറേ പേരെ ഒരു കൊട്ടേഷൻ ടീമിലായിരുന്നു ഞാൻ വേറൊരു നാട്ടില്. നീ ആദ്യം എന്നെ കൊട്ടയെന്ന് വിളിക്കാൻ വരുവാണെന്ന് ഞാൻ വിചാരിച്ചത്. കൊട്ടേഷൻ ടീമിലായിരുന്നു ഞാനേ. ഒരു സിറ്റി അടക്കി ഭരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിസ കിട്ടിയത്. പെട്ടെന്ന് അടക്കി എന്റെ കാഴ്ചയിലായിരുന്നു ആ സിറ്റിയിലെ എല്ലാ ആൾക്കാരും. ചവിട്ടി ഞാൻ നട്ടല് കുറച്ചില്ലേ കൊറേ എണ്ണത്തിന്റെ. ഏത് സിറ്റി? അത് ഒരു സിറ്റി തെങ്കാശിപ്പട്ടണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ അവസാനം പറഞ്ഞു വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാ, അപ്പൊ ഞാൻ കോലീഡറിലോട്ട് അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചാർജ് എടുക്കുവാണല്ലേ? അല്ലല്ല, ഞാൻ പറയുമ്പോ എടുത്താ മതി. ഞാൻ പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഇന്ന് നല്ലൊരു സുദിനം ആവുമ്പത്തേക്ക് അതുകൂടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാട്ടല്ലേ ഇവിടെ. ഇന്ന് എന്താ നല്ല സുദിനം? അല്ല നല്ല സുദിനാണല്ലോ, നല്ലൊരു ദിവസം, നല്ലൊരു സർപ്രൈസ് ആണല്ലോ ഇന്നൊരു സർപ്രൈസ് ഡേ ആണല്ലോ. അതെ. എനിക്ക് സാറ്റലൈറ്റ് കൂടെ അറിയാൻ പറ്റിയത് പൊറോട്ട അടിയായിരുന്നു നിനക്ക് അവിടെ. ഇല്ല സാറ്റലൈറ്റിലെ കാര്യം ഇവിടെ പറഞ്ഞ. സാറ്റലൈറ്റ് കൂടെ അറിയാൻ പിന്നെ പറയണ്ടേ? സാറ്റലൈറ്റ് പൊറോട്ട അടിയാ? പൊറോട്ട പൊറോട്ട ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ പൊറോട്ട കഴിച്ചിട്ടാണ് ഇതിനെല്ലാം പോകുന്നത്. രാവിലെ ഒരു പൊറോട്ടയും മുട്ടക്കറിയും. അപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒന്നുമില്ല. എല്ലാരും എത്തിയോടാ? അണ്ണ എന്തിനാണ് അണ്ണന്റെ ഈ ഡ്രസ്സിന്റെ ഓറ ഇപ്പൊ ഏത് അവരാ? ഇത് ഭയങ്കര അണ്ണന്റെ ഡ്രസ്സിന് ഓറ ഇല്ല. സത്യം പറയല്ലേ, അണ്ണന്റെ ഡ്രസ്സിന്റെ ഓറ ആണെങ്കിൽ മറ്റേ വേണം, കോട്ട് വേണം. അതാണ് ഓറ. ഇതിന് ഓറ ഇല്ല. ഞാൻ ഗ്യാങ് ഡ്രസ്സല്ലേ ഇട്ടേക്കണേ? അണ്ണാ ഗ്യാങ് ഡ്രസ് പാന്റ് എന്തിനാണ്? ഇത് പാളയാ? നമ്മുടെ ഓറ വേറെ ഓറയാണ്. ഈ ജെൻസി ഓറയല്ല, നമ്മുടെ ജെൻസി ഓറയല്ല. നമ്മുടെ ഓറ വേണമെങ്കിൽ അണ്ണ മറ്റേ കോട്ടും മറ്റേ പാന്റൊക്കെ ഇട്ട് ഇറങ്ങിയുണ്ടല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഓറയിലുള്ള പെമ്പിള്ളേരൊക്കെ ചത്തുപോയി. ഇപ്പൊ ജെൻസിൽ മാത്രമേ ഈ സിറ്റിയിൽ പെമ്പിള്ളേരുള്ളൂ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലുക്കിൽ കണ്ടു കഴിഞ്ഞാൽ അണ്ണനെ മനസ്സിലായി, ഒരു അണ്ണൻ ലുക്കില്ല അണ്ണന്.
ഒരു പയ്യൻ ലുക്കാണ്. അണ്ണനൊരു അണ്ണൻ ലുക്ക് വരണമെങ്കിൽ മറ്റേ അതിട്ടാലേ പയ്യൻ ലുക്ക് മതി തൽക്കാലം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജനറേഷനിൽ ആകെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇനി ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പെണ്ണെന്ന് പറയുന്നത് എലിയാണ്. അവളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടു പോകും. എനിക്ക് അലീനെ പോലെ അടിക്കാൻ പറ്റുമോ? നീ കേട്ടാ പോണ വച്ചല്ലേ? ഞാൻ എന്റെ നോക്കട്ടെ. ഞങ്ങളുടെ ഇത് കല്യാണം ചെയ്തിട്ട് ഞങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ടേ പ്ലാൻ ചെയ്തിട്ട് അണ്ണനെ അറിയിക്കാം. ഇനി നീ കല്യാണം എന്ന് പറഞ്ഞാൽ തൂറി മുഖത്ത് കെട്ടി എറിഞ്ഞു തരും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഒരു നോയിൽ എനിക്ക് മിസ്സായത് എന്താണെന്നറിയോ? എനിക്ക് എന്റെ ഡാഡിയാണ്. എനിക്കൊരു ഡാഡിയാണ് മിസ്സായത് നിന്റെ നോയില്. നിനക്കത് നോർമൽ നോ ആയിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. മനസ്സിലായ? അണ്ണാ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന തന്ത നമ്മുടെ തന്ത ആവൂല. അണ്ണന്റെ തന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയുടെ തന്തയാണ്. എലിക്ക് നല്ലൊരു അച്ഛനുണ്ട്. അറിയടേ ഭാസ്കരൻ പിള്ള ജോക്കി 2 വർഷം കഴിഞ്ഞിട്ട് കല്യാണം നടത്തി കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു വന്നേന്ന് പറഞ്ഞു 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പറ്റി ആലോചിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. പറയോ ആ തുറന്ന ഇത് വേഗം വാ. ഇത് അറിയണ്ടേ? വാസുവിന്റെ ഡ്രസ് സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്ന നമ്മളായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. വന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങോട്ട്. അണ്ണു കേക്കുന്നില്ലല്ലോ? പോയോ? കത്തിയോ? ഹലോ ഇല്ലല്ല കേക്കാവോ? ഹലോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അങ്ങോട്ട് ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ചോദിക്കും. ഇപ്പൊ അന്നു ഇങ്ങനെ വിളിക്കാണ്, വാസു ഇങ്ങോട്ടൊന്ന് വന്നേ നീങ്ങനെ വിളിക്കാണ്. എന്നിട്ട് അടുത്തേക്ക് പറയാണ് ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ പറഞ്ഞു നോക്ക്. ആടാ ഒന്നുമില്ലടാ, ഒരു കാര്യം ഡൗട്ട്, പേടിക്കൂല്ലെന്ന് അറിയാൻ വേണ്ടിട്ട്. അതായത് ക്യൂരിയസ് ആയിട്ടൊന്ന് വിളിച്ചു നോക്കാം. അതിങ്ങനെ വാസു ഒന്ന് വന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് ആളിങ്ങനെ ഓടി വരും. അന്നേരം ആടാ ഒന്നുമില്ല പറയുമ്പോഴത്തേക്ക് ആളുടെ റിയാക്ഷൻ എന്ന് അറിയാൻ വേണ്ടിട്ടാ. വേറൊരു കാര്യം ചോദിക്കട്ടെ. നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷത്തിൽ പിന്മാറിയില്ലേ? നീ കുണ്ടനാണോ? ഇല്ലെന്നോ, ഐ ആം 100% സ്ട്രൈറ്റ്. അല്ല ഞാൻ 2 മുണ്ട്. അല്ല അതിപ്പോ എല്ലാവർക്കും ഉണ്ട് ആ സാധനം. അതല്ല ഞാൻ ചോദിച്ചത്, താല്പര്യങ്ങളുടെ കാര്യമാണ്. ഇല്ല എനിക്ക് നല്ല താല്പര്യമുണ്ട്. താല്പര്യം കൂടുതലാണെങ്കിലേ ഉള്ളൂ. സ്ട്രൈറ്റ് അതൊന്ന് അറിയണമായിരുന്നു, അതുകൊണ്ട്. ശരി, മറ്റേത് വിളിക്കാം. നമുക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യാം. നീ പറഞ്ഞ ഞാൻ കേൾക്കായിരിക്കും ചന്ദ്രമോനെ. ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഓഡിയോ റേഡിയോയിൽ ഇല്ലാന്നേ. ഞാൻ വിളിക്കട്ടെ. വിളി അണ്ണ വിളിക്കുന്ന അർജന്റ്. നമ്മുടെ മറ്റേ ഫുട്ബോൾ ഇതില്ലേ? ഫുട്ബോൾ അല്ല, വോളിബോൾ കോർട്ട്. വരുവോ? ഇത് വർക്കൗട്ട് ആവൂടെ? ഇത് വാസു ഇങ്ങനെ വാസു അത് ഒന്നുമില്ലടാ നീ പോട്ടെ. ഇങ്ങനെ പറഞ്ഞോണ്ടല്ലോ അന്ന് റിയൽ ഓറ ഹിറ്റ് ആയിരിക്കും അത്. വാസുണ്ണ ഹലോ അണ്ണാ, വോളിബോൾ കോർട്ടില്ലേ? അണ്ണു വിളിക്കുന്ന അണ്ണു. ഹലോ പറയൂ. എടാ അത് ചന്ദ്രനൊരു സംശയം. ചന്ദ്രന് തന്തയുണ്ടോ? അതായത് എന്റെ ഡാഡി ആണെങ്കിൽ സൂര്യജനതലത്തിൽ എന്നെ കൊണ്ട് കളഞ്ഞപ്പോഴേ അതൊന്നും ഇല്ലടാ വാസു. പൊക്ക ഞാൻ ഡൗട്ട് വയ്ക്കാൻ വേണ്ടിയായിരുന്നു. പൊക്ക. അല്ല ജോക്കി, എന്നെ ഇവിടെ വിളിച്ചല്ല ജോക്കി. എന്തേലും പറഞ്ഞിട്ട് വിട് ജോക്കി. എന്തേലും പറഞ്ഞിട്ട് വിടണം. അല്ലെങ്കിൽ അത് ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്യും. അല്ലല്ല ഞാൻ അങ്ങോട്ട് മാറിക്കാം. കാരണം നിങ്ങളുടെ ഈഗോ ആയിട്ട് അവസ്ഥ. കലിപ്പായേട്ടാ ഇന്നിവിടെ ഒന്നല്ലെങ്കിൽ അണ്ണു അല്ലെങ്കിൽ വാസോണ്ണൻ. അതെന്താ നടന്നു പറഞ്ഞ വലക്കടയിൽ
എടാ ഞങ്ങളത് സംസാരിച്ചൊരു ഫൈനലെത്തി, നിനക്ക് തന്നില്ലെന്ന് തന്നെയാണ് പുള്ളി വാസന്റെ കൊറേ ഉള്ളോട് കുഴപ്പമില്ല. എണ്ണി തീർക്കാൻ ഇപ്പഴാ ചെറുക്കനങ്ങ് ഞാൻ പറഞ്ഞു മറ്റേത്. എന്നിട്ട് എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിക്കും, വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോന്ന്. ഒരു കുഴപ്പമില്ലാന്ന്. ഭയങ്കര ഓറയാക്കണേ ആരെങ്കിലും. നീ ഇനി മുണ്ടാക്കി അറിയട്ടെ ചന്ദ്ര, നിനക്ക് മറ്റേ ആ സാധനം ഒന്നും വേണ്ട. അന്ന് ഞാൻ പറ്റ വാസുവിന്റെ ഡ്രസ് ഉണ്ടായിരുന്ന ആ ഒരു വാസുവിന്റെ ഓറ കുറച്ച് മിസ്സിംഗ് ആവുന്നില്ല എവിടെയോ. കാരണം വാസുവിന്റെ ജെൻസി ഡ്രസ് ഒക്കെ ഇട്ടേക്കുക. അതിനൊരു കടവാവല് വന്ന എവിടെ ആയിരുന്നു? കുറച്ച് നാളെ കുറച്ച് തിരക്കായി പോയി, പെട്ടെന്ന് പറയാൻ പറ്റില്ല. അണ്ണാ പുറത്തോട്ട് അണ്ണാ മോമെന്നണ്ണാ എടാ കണ്ടപ്പോ തന്നെ അങ്ങ് എനിക്കങ്ങ് പെട്ടെന്ന് ഇഷ്ടം കൊണ്ടാണ്, ആ ഒരു സ്നേഹം കൊണ്ട് എനിക്കങ്ങ് അവനങ്ങ് കെട്ടിപ്പുണരാന്നൊക്കെ തോന്നണം. അന്നത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ കുടുംബത്തിൽ ഒരെണ്ണത്തിന് എനിക്ക് കാണുന്ന എനിക്ക് കണ്ണെടുത്ത് ദൃഷ്ടി കണ്ടൂടാ. എനിക്ക് പാവം പയ്യനാണ്, അവന്റെ മുഖത്തോട്ടാണ് നോക്കിയാണ് നിഷ്കളങ്കത. ഇവന്റെ മുഖത്തോട്ട് നോക്കിയത് ഇവന്റെ മുഖത്ത് നോക്കിയാൽ ഇവന്റെ നിന്നെ പോലെ തന്തലായി മാത്രം കാണിക്കുന്ന ഇറക്കനാണെന്ന്. ഡാഡി ഉണ്ടോ? ഡാഡി ചുമ്മാടാ വായിച്ചവിട്ടി കയറിഞ്ഞു പോ ഇവിടെ വലിയ വലിയ കയറിലൊക്കെ അടങ്ങാണ്. അണ്ണാ നമുക്കേ ഇവരോട് നിർത്തിയില്ല ഗ്യാങ് ഹൗസ് ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് നിർത്തണോ? ഓ താല്പര്യമില്ല. അല്ലെങ്കിൽ കിച്ചണിലെ പാത്രം കഴിവും, നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. ഞാൻ കാര്യം പറയട്ടാ, ഒരു കമ്പാക്ക് അല്ലേ, ഞാൻ റേഡിയോയിൽ വിളിക്കുമ്പോ നീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നടന്നങ്ങോട്ട് പാടാ. ഇല്ലാണ്ട വേണ്ട വേണ്ട കണ്ടല്ലോ ഒരു അലിഞ്ചോസ് ആക്കാൻ നോക്കിയപ്പോ നിനക്ക് വേണ്ടല്ലേ? ഇല്ല ഇങ്ങോട്ടൊന്ന് അണ്ണ ഇങ്ങോട്ടൊന്ന് കാര്യം അണ്ണ ഈ ഫോട്ടോയില് ജോക്കി നോക്കിയാണ്. നീ ചാടിയ കണ്ട എന്ത് ചാടിയതാ. ഇപ്പൊ ശരിയാ നിക്കണൊക്കെ കോട്ടൊക്കെ ഇട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം ഓർമ്മയുണ്ടോ? ഇന്നലെയാ കഴിച്ചായിരുന്നോ നിങ്ങൾ? കഴിച്ചിട്ടേ യോഗി തോന്നണ. ഞാൻ അവിടെ ഒരു ബിസിനസിന്റെ കാര്യത്തിന് നിൽക്കുമായിരുന്നു, എന്നെ ഇവിടെ വിളിച്ചു വരുത്തി സമയം കളയാൻ എനിക്ക് സമയമില്ല. ജോക്കി ഇതൊരു സമയം കളയുന്നതല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ജോക്കിയെ പറയുന്ന കാര്യങ്ങൾ കേട്ടാ ഞെട്ടും, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ജോക്കി ഒരു 2 മിനിറ്റ് അങ്ങോട്ട് ഭയങ്കര ചൂടാ. ഇപ്പൊ ഒരു പ്രത്യേക ഒരു ശ്രദ്ധിച്ചായിരുന്നു ആള് കുറച്ചൊന്ന് പുള്ളി ഇന്നലെ ഇവിടെ ഇരുന്ന് ആരുടെ ഗാങ്സ് നോട്ടിനെ ഒക്കെ കാര്യം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടാ. പുള്ളി അപ്പോഴും ഓർക്കല്ല, പുള്ളി ടിവിയുടെ ഗാങ്സ് നോട്ടിലില്ല. വലിയ തീരുമാനങ്ങൾ എടുക്കണേ. ഈ ആലോചിച്ചൊക്കെ പുള്ളി മുട്ട മെസ്സടിയൊക്കെയാ. മുതുക്കിനിക്കുന്നത് ഭയങ്കര മെസ്സടി, ഭയങ്കര ഇതൊക്കെയാണ് പുള്ളി. പക്ഷെ എന്താണ് ഒരു AR പോലും എടുത്ത് പകൽ വെച്ചിട്ട് കയ്യിലെടുക്കാൻ പറ്റൂല. എന്തൊക്കെയാണെന്നറിയോ? എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളാളെ?
പുള്ളിയടുത്തൊന്നും പറയരുത്. പുള്ളിയടുത്ത് നമ്മളൊന്നും പറഞ്ഞ് മനസ്സിലായി പുള്ളിക്കത് വിഷമാവും. ഇല്ല വിശപ്പാ നമ്മളങ്ങനെ പറയണ്ട. കാരണം പുള്ളി ഇതിലുണ്ട്, പുള്ളി എങ്ങനെ അറിയാം നമ്മൾ പേര് എടുത്തിട്ടുണ്ട്. നമ്മൾ പേരിന് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. വാ ഇരി പോസ്റ്റ് ആക്കണ്ട വാ. വാ ഒരു 2 സെക്കൻഡ് ഡിലേ ഉണ്ടടാ. അപ്പൊ ഒരു ചാറ്റിലുണ്ട്. അവിടെ വൈകില്ലല്ലേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാത്റൂമിന്റെ സൈഡിൽ കിട്ടുന്നടാ. ഇവിടെ വന്നിട്ട് തിരിച്ചു കൊടുത്തേ. ഒരു റിച്വലാണ്. മിനിമം 3 വട്ടം വന്നു പോയാലേ കറക്റ്റ് ആകത്തുള്ളൂ.